ഹലോ ഗൈസ്, അപ്പം വെൽക്കം ടു ഡേ 9 ഓഫ് 6 പാക്ക് ആൻഡ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പം ഞാൻ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വെയിറ്റ് നോക്കിയത് 82 ഇപ്പോൾ 83 കാണിക്കും. കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ വെയിറ്റ് കൂടുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് കാര്യമാക്കുന്നില്ല. നമ്മുടെ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പാക്ക് ഉണ്ടാക്കുക 30 ഡേയ്സ് കൊണ്ട്. നമ്മളത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ഞാൻ ഹെഡ് സ്റ്റാൻഡിൽ കുറച്ചുകൂടി ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ട്രിക്ക് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ഈ 30 ഡേയ്സ് കൊണ്ട് നമ്മൾ 6 പാക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്കിൽസ് ഇമ്പ്രൂവ്മെൻറ്റും പിന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ബോഡി ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുമെന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു ബോഡിയുടെ അപ്ഡേറ്റ് എന്തോ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോർ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരുന്നു ഇന്ന് മെയിനായിട്ട്. ആപ്സും കോർ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരുന്നു ഇന്ന് മെയിനായിട്ട് ചെയ്തത്. അപ്പം ഇതൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇത് പൊടി തട്ടി എടുക്കുന്നതായിട്ട് കണ്ടാൽ മതി, അല്ലാതെ ഷോ ആണിപ്പൊന്നുമല്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ പോയി ആപ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആപ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ്ങാണ്. നമ്മൾ ബാക്കിയുള്ള വർക്കൗട്ട് ചെയ്ത് കണക്കല്ല, നമുക്ക് ഭയങ്കര ഡൗൺ ആയിട്ടായിരിക്കും തോന്നുന്നത് ആപ്സൊക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പം കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആപ്സിൻ്റെ വേരിയേഷൻസ് ഒക്കെ ചെയ്തിട്ട് നേരെ പോയി കാർഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കാർഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോഴാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പമ്പ് ചെക്ക് ചെയ്തത്. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ബോഡി കണ്ടീഷൻ. ഞാനെന്തായാലും ആപ്സ് കാണിക്കുന്നില്ല, അതെന്തായാലും 30th ഡേയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എൻ്റെ ഈ ബോഡിയുടെ അപ്ഡേറ്റ്? 30 ഡേയ്സിൽ എൻ്റെ ബോഡി ചേഞ്ച് ആവുമോ ഇല്ലയോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.